തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള NH83 അതിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ദിണ്ടിഗലിലേക്കാണ്. ദിണ്ടിഗലിൽ മട്ടൻ ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓപ്പൺ ജീപ്പിലാണ് ഇന്നത്തെ നമ്മുടെ ബിരിയാണി യാത്ര. തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള റോഡിലൂടെ ചോദിച്ചു പോകാം എന്നതിന് പകരം തിന്ന് പോകാം എന്നുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ബിരിയാണി യാത്ര. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഇന്ന് ദേശീയപാതയുടെ കാഴ്ചകളൊന്നുമല്ല, നമ്മൾ ബിരിയാണി തിന്നാൻ വേണ്ടി പോകുകയാണ്. എങ്ങോട്ട്? തമിഴ്നാട്ടിൽ ദിണ്ടിഗലിലേക്ക്. ദിണ്ടിഗൽ തലപ്പാക്കട്ട് ബിരിയാണി അല്ല, വേറൊരു വെറൈറ്റി സാധനം ഉണ്ടല്ലോ, അത് തിന്നാൻ വേണ്ടി പോകുകയാണ്. നമ്മൾ പോണ വണ്ടി ഏതാ നിങ്ങൾ? ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. എങ്ങനെയുണ്ട്? ഓപ്പൺ ജീപ്പിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ ഭാഗത്താണ്. ഫുൾ പ്രവാസികളാട്ടോ. എല്ലാവരും നാട്ടിൽ എന്നപ്പോ ബിരിയാണി തിന്നാൻ പോയി. നാട്ടിലെ ബിരിയാണി തിന്ന് മടുത്തു. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുകയാണ്. മട്ടൻ ബിരിയാണി. നാട്ടിൽ നിന്ന് ആദ്യം പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ ആ റൂട്ടിലാണ്. ഇപ്പോൾ ഈ ഒരു ഹൈവേന്റെ പണി ഇങ്ങനെ കഴിഞ്ഞതുകൊണ്ട് വളാഞ്ചേരി വരെ സുഖമായിട്ട് പോകാം. അത് കഴിഞ്ഞതിന് ശേഷം തൂത മുണ്ടൂര്, അത് 4 വരെയാക്കുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളാഞ്ചേരിയിൽ നിന്നാണ് ഈ ഒരു ഹൈവേ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഒന്ന് റോഡിന്റെ പണികൾ തീരാനുണ്ട്, അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വളാഞ്ചേരി വരെ ഹൈവേയിലൂടെ ടോളും കൊടുത്ത് സുഖമായിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം തൂത മുണ്ടൂര്. ഇതാണ് തൂത മുണ്ടൂര് പാത കേട്ടോ. ചില സ്ഥലത്ത് 4 വരെയുണ്ട്, ചില സ്ഥലത്ത് 2 വരെയുണ്ട്. സ്ഥലം കിട്ടിയ സ്ഥലത്തേക്ക്, അതായത് നമ്മളെ തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ കാഴ്ചകളുണ്ടല്ലേ, അതേപോലെ തന്നെ നല്ല രീതിക്ക് സ്ഥലം കിട്ടി, അല്ലെങ്കിൽ സ്ഥലമുള്ള സ്ഥലത്ത് ഇതേപോലെ ഈ ഒരു 4 വരിയിൽ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥലം വിട്ടുകൊടുക്കാത്ത സ്ഥലത്ത് 2 വരിയിലാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ എത്തുമ്പോൾ മഴ നിൽക്കുകയാണ്. ഇവിടെ മഴ മാറ്റിയിട്ടുണ്ട്. നമ്മൾ കവറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ചെറുപ്പുളശ്ശേരി ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ റോഡ്! ഇതാണ് തൂത മുണ്ടൂര് 4 വരിയാക്കി മാറ്റിയത്. നല്ല അടിപൊളി റോഡാട്ടോ. നല്ല സൗകര്യമുണ്ട്. നമ്മളെ എല്ലാ ഇടുങ്ങിയ റോഡും ഇതേപോലെ നല്ല അടിപൊളിയാക്കി മാറ്റിക്കാന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ടാവും. ഇത് കണ്ട് നിങ്ങൾ സിറ്റിയിൽ ഇതേപോലെ ആ 2 വരെയുള്ള സമയത്തൊക്കെ എന്തോരം തിരക്ക്. ഇവിടെ ആദ്യം ഇത്ര വീതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൂടെ പോകുന്നത്. എന്തായാലും ഒരുപാട് ദൂരത്തിൽ 4 വരിയിലാണ് ഈ ഒരു തൂത മുണ്ടൂര് സംസ്ഥാന പാത കടന്നു പോകണം കേട്ടോ. എന്താ റോഡ്, എന്താ സുഖം തരോ! രാത്രി ആയതുകൊണ്ടാണോ അറിയില്ല, തിരക്കില്ല. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, കാരണം വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് വീതി കുറവായിട്ട് 2 വരിയിലുള്ളൂ. മീഡിയകളിൽ ഡിവൈഡർ വെച്ചു, ലൈറ്റ് ഉണ്ട്. ലൈറ്റ് എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ, ഈ ടൗൺ ഏരിയയിൽ മാത്രമാണ് ലൈറ്റ് ഉള്ളൂ. സംഭവം ഉഷാറായിട്ടുണ്ട്, അടിപൊളി. ഇത്രപോലെ സ്ഥലത്ത് ഇപ്പോഴും ഇടുങ്ങിയ റോഡുകൾ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ സ്ഥലമേറ്റെടുപ്പ് നടത്തി റോഡുകളൊക്കെ ഈ ഒരു നിലവാരത്തിലാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും സുഖമാണ്. പക്ഷെ അതാക്കിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഈ ഒരു പാതയിൽ തന്നെ ചില സ്ഥലത്ത് സ്ഥലം വിട്ട് കിട്ടാത്തത് കൊണ്ട് 2 വരിയിലാണ്. അതേപോലെ തൃശ്ശൂർ കുന്നംകുളം റോട്ടിലും ബിരിയാണി അല്ലേ അവിടെ ഗ്യാപ്പ് തന്നെ. ഇതാണ് റോഡ്. ചിക്കൻ പൊരിച്ചത് ആയിക്കോട്ടെ അല്ലേ? സമയം പോയി പേര് ചെറുപ്പശ്ശേരിയാണ്. നമ്മളെ പേരാണ് അളാപ്പാന്ന്. ചെറുപ്പശ്ശേരി അളാപ്പാന്റെ ഹോട്ടല് അന്വേഷിക്കാൻ പറയാം. രാഷ്ട്രീയത്തിൽ നമ്മുടെ ഇന്ത്യയാണ് ചെറുപ്പശ്ശേരി അളാപ്പാന്റെ ഹോട്ടല്. 12 കൊല്ലത്തെ സർവീസാണ്. 12 കൊല്ലത്തെ സർവീസാണ്. ഞങ്ങൾ അവസരങ്ങൾ വൈകുന്നേരം കഴിച്ചാൻ വേണ്ടി ദിണ്ടിഗലിൽ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി വേണ്ടി ദിണ്ടിഗലിൽ പോയിട്ട് കഴിക്കാൻ അവനോടുള്ള വാശിക്കാണ്. ആയിക്കോട്ടെ. നമ്മളെ ഫുഡൊന്ന് കഴിച്ചു നോക്കി സാറേ.
എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടി ടേസ്റ്റ് ഒക്കെ സ്പെഷ്യല് ചെറുപ്പുളശ്ശേരി അളാപ്പാന്റെ സ്പെഷ്യല് ഷോപ്പിന്റെ പേര് 90s നമുക്ക് അളാപ്പ മതി. ഇത് നൂല് തന്നെ കേട്ടോ, ഇത് നൂല് പോലെ വരില്ല. ഈ കറി ഓരോ കുറച്ചുകൂടി കറി ഇത് തന്നോ ഫുള്ളായിട്ടാണ് പോതിനായിട്ട് കൗത്തിയേക്ക് ഇത് നമ്മളെ മീൻ മുളക് ഏത് കുറച്ച് കഴിച്ചാൽ ഈ മുളക് ഇട്ടത് ഇതിപ്പോ ചോദിച്ചു പോകുന്നുള്ളത് തിന്ന് പോകാൻ കഴിക്കണല്ലോ. മതി മീൻ രക്ഷയില്ല മീൻ കറിയാണ് അളാപ്പ നമ്മളത് കൂട്ടി നല്ല അടിപൊളി ഭക്ഷണം. നിങ്ങൾ ഇതൊന്ന് പറയുന്നത് സ്ഥലം പറയുന്നത് ചെറുപ്പുളശ്ശേരി പിന്നെ പാലക്കാട് റോട്ടി നിങ്ങളെ ഇതിൽ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. 65 വയസ്സായ ആളാണ്. 65 മുല്ലങ്കായിട്ട് ചെറുപ്പങ്ങളായി. ചെറുപ്പുളശ്ശേരി ഏത് റോഡ്? പാലക്കാട് ഹോട്ടൽ 90s. ഓക്കെ നമ്മളത് കൂട്ടി നിങ്ങൾ കൂട്ടി വെച്ചു കൂടെ അത് 1095 ഇത് എടുക്കാം. നിങ്ങൾക്കുള്ളതല്ലേ? 1000 വിട്ടു. നിങ്ങൾക്ക് സാധാരണ ആൾക്കാരല്ലേ? നമുക്ക് ഡിസ്കൗണ്ട് തന്നിടാക്കാം. നോക്കട്ടെ. സന്തോഷം. പക്ഷെ വയറും മനസ്സും നിറഞ്ഞു. വാട്ടർ ബോട്ടിൽ എടുത്തോ. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. മൂപ്പര് ഹാപ്പി, നമ്മളും ഹാപ്പി. ഹോട്ടലിന്റെ പേരില്ലേ? ഇതാട്ടോ ഹോട്ടല്. നല്ല ഫുഡാ. നല്ല ഫുഡല്ലേ? പോലെ ഞാൻ പോവാ. ബീഫ് ചില്ലി, ചിക്കൻ പൊരിച്ചത് ഉഷാറാണ്. എല്ലാം സാർ ഫുട്പാത്തൊക്കെയുള്ള റോഡാട്ടോ. ഞാൻ അവിടെ എത്തുമ്പോഴത്തേന് മഴ പെയ്യുമെന്ന് അറിയില്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പാലക്കാട് ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ തൂതൊക്കെ കഴിഞ്ഞു. പാലക്കാട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ നീങ്ങുകയാണ്. എല്ലാ റോഡും ഇങ്ങനെ അല്ല കേട്ടോ. ചില റോഡുകൾ ഇടുങ്ങിയ റോഡുകളുണ്ട്. പാലക്കാട് എത്തുന്ന വരെ, പാലക്കാട് അങ്ങോട്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ പൊള്ളാച്ചി എത്തുന്ന ആ ഒരു തമിഴ്നാടിൻ്റെ അതിർത്തി വരെ റോഡ് പഞ്ചായത്ത് റോഡ് പോലെ ഇങ്ങനെ ചാടി, അതായത് BMBC റോഡൊന്നുമല്ല. ഓപ്പൺ ചീപ്പ് ആയതുകൊണ്ട് റോട്ടുമുള്ള പൊടിയും അതേപോലെ വാഹനത്തിൽ നിന്ന് വരുന്ന പുക എല്ലാം നമ്മളെ മൂക്കും നമ്മളെ മുഖത്തേക്കാണ്. ഫുൾ എന്താ പൊടി വരും. മോറിങ്ങനെ തുടക്കുമ്പോൾ ഇങ്ങനെ പൊടിൻ്റെ ഒരു ഇതിങ്ങനെ കാണാം. വല്ലാത്ത ജാതി. മഴ പെയ്യാത്ത ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ പാലക്കാടിനോട് ചേർത്ത് ഒലക്കോട് ഭാഗത്തേക്ക് ഞങ്ങളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലക്കാട് ടൗണൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് NH 544 കേട്ടോ. ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന NH 544. നമ്മളിപ്പോൾ യാത്ര ചെയ്തതിൽ ഏറ്റവും മോശപ്പെട്ട റോഡ് ഇതാട്ടോ. SH 52 നമ്മളെ കേരള സർക്കാരിൻ്റെ റോഡാണ്. ഇത് ബിറ്റുമിൻ സർഫസ്. നമ്മളിതുവരെ വന്ന റോഡിലൊക്കെ ബിറ്റുമിൻ സർഫസ് അടിപൊളിയായിരുന്നു. ആ ഒരു പുലുക്കം, കുണ്ടിലും കുയിലും ചാടുന്ന പോലത്തെ ആ പുലുക്കുണ്ട്. പക്ഷേ ഇതൊരു പഞ്ചായത്ത് റോഡും കൂടെ പോകണം. നോക്കിയാൽ നിങ്ങൾ പഞ്ചായത്ത് റോഡല്ല, ചില റോഡുണ്ടല്ലോ നമ്മളെ അതന്നെ
സാധാ റോഡ് ഉണ്ടാക്കുന്ന ആ റോഡ് പോലെ പൊള്ളാച്ചി ഓരോ ആൾക്കാർ പോകണം. പൊള്ളാച്ചി പളനി എന്നാടാ എൻ്റെ മാതിരി ഈ റോഡൊക്കെ 4 വരെയായിട്ട് കൊണ്ടുതന്നെ. കാരണം എന്താ പറയുക, ഇത് പൊള്ളാച്ചി ഭാഗത്തു നിന്ന് ഒരാൾ കേരളത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്നടാ കേരളാവിലെ റോഡ് എൻ്റെ മാതിരി ഇരിക്കുന്ന സൊള്ള അന്തമാതിരി സൊള്ളു. അപ്പോൾ എന്താണ്, ആ സൊള്ളൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി 4 വരി, നമ്മൾ 6 വരി ദേശീയപാത 66 6 വരി വന്ന പോലെ അങ്ങനത്തെ ഒരു റോഡാക്കി കൊണ്ടുവരുന്നത്. കണ്ടെങ്കിൽ ഇതാട്ടോ റോഡ്. പക്ഷെ വീതി കൂട്ടാനൊക്കെ പറ്റും തോന്നുള്ളൂ, എന്താണ് സംഭവം എന്നറിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ 2 സൈഡിലും അത്യാവശ്യം വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്ര വലിയ ചിലവാകണ പരിപാടിയൊന്നും ഉണ്ടാവില്ല. എന്തായാലും വരുന്നതായിരിക്കും. നമ്മൾ തുടക്കത്തിൽ കണ്ട തൂത മുണ്ടൂരും കേരളത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ അത് പോട്ടെ, തമിഴ്നാടെത്തി. കേരള അതിർത്തി കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ ഭാഗത്തെത്തി. കണ്ടാ, തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ഭാഗം കേട്ടോ. എങ്ങനെയുണ്ട് റോഡ്? എങ്ങനെയുണ്ട്? സെറ്റ്. അവർ 4 വരി ആക്കിയിട്ടുണ്ട്. ഈ റോഡ് നമ്മളെ സംസ്ഥാനം ഇനി 4 വരിയായിട്ട് പാലക്കാട് വരെ തുടർന്ന് പോകണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ NH83. ഇതാണ് പളനി, പാലക്കാട് നിന്ന് പളനി ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അതേപോലെ ദിണ്ടിഗൽ, ഉദുമൽപേട്ട്, അങ്ങനെ കൊടൈക്കനാലിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൽ കൂടെ പോകാം. എങ്ങനെയുണ്ട് റോഡ്? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? പക്ഷെ എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇല്ല കേട്ടോ. പിന്നെ 2 സ്ഥലത്ത് അണ്ടർപാസിന്റെ പണിയെടുക്കുന്നുണ്ട്. അതായത് ഒരു ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ടോൾ പ്ലാസയിൽ ടോൾ നഹി ഹേ. അങ്ങനെ നമ്മൾ ആകെപ്പോൾ ഇതുവരെ വന്ന് സഞ്ചരിച്ചതിൽ ആകെ ഒരു വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ മാത്രമാണ് ടോൾ കൊടുത്തത് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദിണ്ടിഗൽ അടുത്ത് ഒട്ടച്ചത്തരം എന്നാ പേര്? ഒട്ടൻചത്തരം എന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ റൂം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു സിറ്റി കേട്ടോ. അപ്പുറത്ത് അത് പളനി, ഇത് ദിണ്ടിഗൽ. രാത്രിയൊക്കെ ബസ്സൊക്കെയാണ്. 1 മണി കഴിഞ്ഞു, 1:30. ഇത്രയും സമയം ഏകദേശം 1:29. 1:29 ബസ്സിലൊക്കെ അവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഫുൾ ആളോട്ടോ. പഴനി ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നേരെ ദിണ്ടിഗൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഇത് പളനി. ഇപ്പോൾ നമ്മൾ വന്ന റോഡുണ്ടല്ലോ, അടിപൊളി റോഡ്. അത് കണ് ഇതിങ്ങനെ പോകുന്ന റോഡാണ്. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് എന്താണ് ഇന്ന് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ എന്നറിയില്ല. ബസ്സിൽ ആളൊക്കെട്ടോ, ബസ്സിലാളൊക്കെയാണ്. ബസ് ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. ഫുള്ള് പഴനിയിൽ നിന്ന് വരുന്ന ആളുകളാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ഏതായാലും ഇനി നാളെ രാവിലെ പ്രഭാത വിശേഷങ്ങളൊക്കെ കാണാം. ഒന്ന് ഉറങ്ങട്ടെ. കണ്ണുമുറി നോക്കിയാണ് ഫുള്ള് പൊടി ആ റോഡ്സ്. നമ്മൾ പാലക്കാട് ഭാഗത്തു നിന്നാണ് പിന്നെ റോഡ് കുറച്ച് മോശമായത്. തൂതാ ഭാഗത്തൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഏതായാലും ഫുള്ള് പൊടി ഇതാ നമ്മളെ മുഖത്തും കണ്ട്. ഇത് നമ്മളിപ്പോൾ കവർ ചെയ്യാം. പിന്നെ രാവിലെ ചെയ്യണ്ടല്ലേ? റൂം എന്താ പാട്? മതി. ഇവിടെ ഇനിയിപ്പോൾ നട്ടപ്പാതി ആയില്ലേ? ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ ആ പാലക്കാട് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ആ മയന്റെ പാറ്റിലുണ്ടപ്പോളേ നമുക്ക് നസീബ് കേടുണ്ട് തോന്നുന്നല്ലേ. നമ്മൾ ഇത്രടുത്തുനിന്ന് മഴ പോവാണ്. അതിനൊക്കെ ഒരു കീഴ്വഴക്കങ്ങൾ ഉണ്ട് കേട്ടോ. ചെറിയൊരു നേക്കിലൊക്കെ കൈകാര്യം ചെയ്യണം അതൊക്കെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ ഇല്ലണേ. നാളെ ഉച്ചക്ക് നല്ല സുഖം ഉണ്ടോ ദൂരിക്കാണ്ട് യാത്ര ചെയ്യുമ്പോള്. ഇനി നാളെ രാവിലെ ഉള്ള കാഴ്ചകൾ കാണാം. ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. അങ്ങനെ സുഹൃത്തുക്കളെ, പിറ്റേ ദിവസം രാവിലെ കുളിച്ചു മാറ്റി ഞങ്ങളിതാ ദിണ്ടിഗൽ ബിരിയാണി തിന്നാൻ വേണ്ടി പോകട്ടോ. ഇതാണ് നമ്മൾ രാത്രി കണ്ട ആ അങ്ങാടി. ഇവിടുന്ന് ഓക്കെ ജീപ്പിൽ നല്ല വെയിലാട്ടോ, നല്ല ചൂടുണ്ട്. ഇപ്പോഴാണ് ജീപ്പിൻ്റെ ആ ഒരു ഭംഗി കിട്ടിയത്. ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. അണ്ണാ എന്താ സ്റ്റേഷൻ പേരെന്നാ? റെയിൽവേ സ്റ്റേഷൻ പേര് എനിക്ക് മലയാളം അറിയാം. അല്ല, ഏതാണ് സ്റ്റേഷൻ്റെ പേര്? ഒട്ടൻചിത്രം. നമ്മളെ അമൃത, തിരുവനന്തപുരം മധുരൈ അല്ലെ, തിരുവനന്തപുരം രാമേശ്വരം അമൃതക്കൊക്കെ സ്റ്റോപ്പുള്ള സ്ഥലമാണിത്. ഓക്കെ, അപ്പം ഇനി ഏതായാലും പകലത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ബിരിയാണി തിന്നാൻ വേണ്ടി പോവാണ്.
കേൾക്കോ ഇപ്പോഴാണ് വണ്ടിന്റെ ആ ഒരു ഗുമ്മ കിട്ടിയത്. പിന്നാടി പോടാ പോല. പകല് ഓപ്പൺ ആയിക്കാണ്ട് നടക്കൂല കേട്ടോ, നല്ല ചൂടല്ലേ. പകല് അല്ല നമ്മളെ രാവിലെ അല്ല തണുപ്പില്ല, പക്ഷെ വിങ്ങലില്ല. ചൂടുണ്ട്, വിങ്ങലില്ല. ദിണ്ടിഗൽ 28 കിലോമീറ്റർ. ദിണ്ടിഗൽ ജല്ലിക്കെട്ട് കാളന്റെ നാട്ടല്ലേ. 28 കിലോമീറ്റർ. അല്ല നല്ല സ്ഥലം കേട്ടോ. ഇതൊക്കെയാണ് മീഡിയകളിലെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് എന്താല്ലേ നല്ല അടിപൊളി സ്ഥലം. ഒരു ഫ്ലൈ ഓവറിലേക്കാണ്. റോഡ് ഉഷാറാ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ആ പാലക്കാട് ആ SH52 ആ ഒരു പാലക്കാട് ചെറിയ റോഡുണ്ടല്ലോ, ചാടി പോയ ആ റോഡ് കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട് എത്തിയതിനു ശേഷം ഫുള്ള് 4 ഒരു അടിപൊളി റോഡിലെ നമ്മള് ഒരുപാട് ദൂരപ്പത്തിൽ സഞ്ചരിച്ച് ഏത് തമിഴ്നാട്ടില്. പക്ഷെ നമ്മൾ ആ പാലക്കാട് കഴിയാന് ഏകം എത്ര 80 കിലോമീറ്റർ നമ്മൾ കഴിയാൻ ഏകം 3 മണിക്കൂർ സമയം എടുത്തു. നമ്മൾ നിർത്തി പോകുന്നതാണ്. ഓക്കെ. സെറ്റ് വണ്ടി വെക്ക്. ഇത് ROB കേട്ടോ, റെയിൽവേ. നല്ല അടിപൊളി സ്ഥലം. പക്ഷെ അപ്പൊ ഇനി പോകുമ്പോ തെങ്ങുംതോപ്പ്, ഇത് മധുരൈ, നിലമ്പൂർ, മധുരൈ, രാമേശ്വരം. നമുക്കിനി പോകുമ്പോൾ നിർത്തി അതായത് ചോദിച്ച് പോകാൻ നിർത്തി പുയലുണ്ടാവില്ല, ഇതിലൊക്കെ ചാടി കുറിച്ചിട്ടൊക്കെ പോകും. അവരോടൊക്കെ 4 വരെയായി മാറിട്ടോ. സാലിപ്പുതു നമ്മളാ വന്ന റോഡ് ഇതാട്ടോ, പൊള്ളാച്ചി ദിണ്ടിഗൽ നാഷണൽ ഹൈവേ 83. ടോൾ എടുത്ത റോഡാണ്. നാഷണൽ ഹൈവേ 83. ഇവിടെ നിന്നൊരു ഫ്ലൈ ഓവർ വന്നാല് സംഭവം ഉഷാറ്. ഇപ്പൊ വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകും. ഒരു സ്ഥലത്ത് ടോള് സ്കിപ്പ് ചെയ്തില്ല ടോള് വാങ്ങണില്ലല്ലോ ഒരു സ്ഥലത്ത്. അത് നമ്മളെ അങ്കമാലി എത്തുന്നതിന് മുമ്പ് 2 അണ്ടർപാസ് 3 സ്ഥലത്ത് അണ്ടർപാസിന് പണിയെടുക്കണ്ടേ, പക്ഷെ എപ്പോഴും അവിടെ ടോള് വാങ്ങുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ വയ്ക്കാം, 2 സ്ഥലത്ത് അണ്ടർപാസിന് പണി എടുക്കുന്നുള്ളൂ, പക്ഷെ അവിടെ ടോള് വാങ്ങണമില്ല. ഒരു സ്ഥലത്ത് മാത്രം, ആ പണി കഴിഞ്ഞ സ്ഥലത്ത് താൽക്കാലികം നിർത്തി വെച്ചു. പക്ഷെ കേരളത്തിൽ ഹൈക്കോടതി ഇടപെട്ടാണ് നിർത്തി വെച്ചിരുന്നു, പിന്നെ തുറന്നു. പക്ഷെ കേരളത്തിൽ എന്താ അറിയില്ല, ചില കാര്യങ്ങളിൽ നല്ല ഉഷാറാണ്, ചില കാര്യങ്ങളോട് തീരെ ഒരു താല്പര്യം കാണിക്കാതെ ഒരു വട്ടാണ്. ഓപ്പൺ ആയിരിക്കുന്നല്ലേ? അതാണ് സർവീസ് റോഡിൽ കൂടെ പോകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലൈ ഓവർ ആട്ടോ. നമ്മളെ കണ്ട ആ ഒരു ചിത്ര ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജംഗ്ഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നല്ല ബ്ലോക്കുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഫ്ലൈ ഓവർ വന്നത്. നമ്മൾ വീണ്ടും NH83 കയറിയിട്ടുണ്ട്. ഇനിയാണ് യാത്ര. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ ദിണ്ടിഗൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു അടിപൊളി യാത്ര. എന്തോ റോഡില്ല. ഈ ഒരു തമിഴ്നാടിന്റെ റോഡിന്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ 2 സൈഡിലും കൃഷികളും മറ്റൊക്കെ ആയിട്ടുള്ള അടിപൊളി കാഴ്ചയാണ്. ചൂട് കാലത്ത് നല്ല ചൂട് കാറ്റായിരിക്കും. അതാണ് ആകെയുള്ള ഒരു പ്രശ്നം. റോഡ് ട്രിപ്പ് അടിക്കുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ചൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അടിപൊളി, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട റോഡുകൾ. നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ രാമേശ്വരം വരെ അല്ലെങ്കിൽ
ധനുഷ്കുടി വരെയൊക്കെ ബൈക്ക് റോഡ് സഞ്ചരിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഫുഡുകൾ ഒരുപാട് നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന തമിഴ്നാടിൻ്റെ ഫുഡും നമ്മളെ ഫുഡും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവില്ല. ടിഫൺ ആയാലും അതേപോലെ ലഞ്ച് ആയാലും മീൽസും കാര്യങ്ങളൊക്കെ. സിറ്റി ഏരിയയിൽ എത്തുമ്പോഴാണ് തിരക്കുള്ള റോഡ്. പിന്നെ എല്ലാ ഭാഗത്തും 4 വരിയോ 6 വരിയോ റോഡൊന്നുമല്ല കേട്ടോ, 2 വരിയുള്ള റോഡുകളുണ്ട് തമിഴ്നാട്ടിലെ. അതായത് പ്രധാനപ്പെട്ട ഹൈവേ പല ഭാഗത്തും 2 വരിയിലാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു തിരിച്ച് യാത്രയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഫുള്ള് 4 വരി അടിപൊളി റോഡൊന്നുമല്ല തമിഴ്നാട്ടിൽ. പക്ഷെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലോട്ട് കണക്ട് ചെയ്യുന്ന റോഡുകൾ, ഇപ്പോൾ നമ്മൾ ഈ വന്ന റോഡുകൾ NH-83 അതൊക്കെ ഒരു ബൈപ്പാസ് ആയിട്ട് ഇങ്ങനെ നിർമ്മിച്ച അടിപൊളി റോഡാണ്. അങ്ങനെ കണക്ട് ചെയ്ത റോഡുകളൊക്കെ അടിപൊളിയാണ്. അവിടെയൊക്കെ 1-to-1 ബസ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു റോഡ് സൈഡ് തന്നെയാണ് സംഭവം ഉള്ളത്. ഇതാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ട് നാട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, കിലോമീറ്ററുകളോളം താണ്ടി ഞങ്ങൾ ദിണ്ടുകൽ ബിരിയാണി കഴിക്കാൻ എത്തിയിരിക്കുന്നു. ഗോൾഡ് സ്റ്റാർ ബിരിയാണി ദിണ്ടുകൽ. ഇത് എന്നാ ബിരിയാണി? ചിക്കൻ ബിരിയാണി. ഇത് കുളമ്പ്. ഓക്കെ, സെറ്റ്. ശരി, ഇവിടെ ഇരുന്ന് പുറത്തല്ല. ഓക്കെ, ചൂട് കൊണ്ടുവന്നല്ല. അത് കുളമ്പാ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ എന്താ പാട് നോക്കട്ടെ. ആദ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്താ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. കുറച്ച് തൈര് ഊത്ത്. പോതും கொஞ்சம் തൈര് കൂട്ടി. ഇപ്പിടി സാമ്പാറല്ല, മട്ടൻ കുളമ്പ്. അടിപൊളി. പിന്നെ വെറുതെ തള്ളല്ല, സംഭവം ഉഷാറായിട്ടുണ്ട്. ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ്, അതായത് ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ടേസ്റ്റ്. ആ റൈസ് ആയാലും ആ ഒരു മസാല ആയാലും നല്ല ടേസ്റ്റ് കേട്ടോ, ഉഷാറാണ്. കുറച്ച് ചെറിയ മട്ടൻ്റെ അടുക്ക് കൊണ്ടോകല്ലേ മട്ടൻ. അണ്ണ ഇതിക്ക് പേരെന്നാ? മട്ടൻ കോള. ഓക്കെ, മട്ടൻ കോള ഇങ്ങനെ എടുത്തിട്ട് എന്ത് കാട്ടുവരോ, ഇങ്ങനെ മട്ടൻ കീമ സൗദിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കീമ അത് അരച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ. സംഭവം പൊളി. ചെറിയൊരു കഷ്ണം മട്ടൻ എടുക്കുക, കുറച്ച് തൈര് എടുത്തിട്ട് നമ്മളെന്താ മട്ടൻ കോള പൊളി. കറി പിന്നെയും കൊണ്ടിരിച്ചു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ്റെ ഗോള, നാട്ടുകോളി, മട്ടൻ്റെ കുളമ്പ്. കുറച്ച് കുളമ്പ് ഊത്തി കൊഞ്ചം ബിരിയാണി വായിൽ വെച്ചാൽ സ്വർഗം കണ്ടിടും. അന്ത അളവുക്ക് ടേസ്റ്റ് ഇருக்கு. നാം ഇപ്പം ഇരിക്കുന്നത് ദിണ്ടുകലിൽ. നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഭക്ഷണം കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ വേറെ ഒന്നുണ്ട്, വേണു എന്ന് പറഞ്ഞൊരു ബിരിയാണി ഷോപ്പും കൂടി ഉണ്ട്. നമ്മളിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകും. നമ്മളിപ്പോൾ 11:30 മണിക്ക് നമ്മളിവിടെ എത്തി. 11:30 മണിക്കാണ് ഇവർ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മളിഞ്ഞ് കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ആ വേണു, അതാണ് ഒന്നും കൂടി തിരക്കുള്ള സ്ഥലം കേട്ടോ. ഇവിടെ കുറച്ച് തിരക്ക് കമ്മിയാണ്. ഇവിടെ തിരക്ക് കമ്മിയല്ല, ലഞ്ച് സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാകും. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഇതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റും കാര്യങ്ങളുള്ളത് ഇവർക്കാട്ടോ. അതായത് ഫുഡ് കുറച്ചുകൂടി ഇതൊക്കെ ഉള്ളത് ഇവർക്കാണ്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് വന്നത്. ഇനി നമ്മൾ വേണു ബിരിയാണി സെൻറ്ററിലേക്ക് പോകുന്നുണ്ട്. അതാണ് നമ്മൾ റീലും കാര്യങ്ങളൊക്കെ കാണുന്നത്. അവിടെ നിന്ന് പോയേക്കാം. പിന്നെ ഈ ഒരു ദിണ്ടുകല്ലിൽ മാത്രമാണ് ഈ മട്ടൻ ബിരിയാണി ഇത്ര ടേസ്റ്റിൽ കിട്ടുള്ളൂ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേണു ബിരിയാണി അത് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മലയാളി நீங்க தமிழ் தானே? எந்த ஊரு? இந்த ஊரா அண்ணா? தஞ்சாவூர். இந்த ஹோட்டலோட பேரு அந்த வேணு. எது சூப்பரா இருக்கும்? ரெண்டுமே நல்லா இருக்கு. போத் ரெண்டும் ஒரே மாதிரி டேஸ்ட் தான். ஆல்மோஸ்ட்
എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? സന്തോഷമായില്ലേ? ഓക്കെ, കുറെ കറങ്ങി ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷെ ഇതിനെ പറ്റിയിട്ടാട്ടോ ആൾക്കാർക്ക് അഭിപ്രായം. ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാവർക്കും മറ്റൊരു ഉത്തരമാണ് ഉണ്ടായത്. അവിടുന്ന് ചില ആളുകൾ പറയുന്നു രണ്ടും കമ്പയർ ചെയ്യാൻ ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണെന്ന്. അങ്ങനെ നമ്മൾ വേണു ബിരിയാണീസിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കണ്ടങ്ങള് സെറ്റ് വേണു ബിരിയാണി. വണക്കം. ഓക്കെ, ഇതാണ് ഫേമസ് ആയിട്ടുള്ള സംഭവം. നമുക്ക് കയറി വെക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ റെഡി. ആദ്യം അവിടുന്ന് കഴിച്ചതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്യണില്ല, ജസ്റ്റ് മട്ടൻ ബിരിയാണി മാത്രം. ടേസ്റ്റ് ചെയ്ത് നോക്കല്ലോ ഏതാണ് ബെറ്റർ നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ 11:30 മണിക്കാണ് എത്തിയത്. ആ ഒരു ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തി. പിന്നെ ഇത് കഴിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ആദ്യം കഴിച്ചതാണ് എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. തോന്നുന്നു നമ്മൾ ആ ഒരു ഫസ്റ്റ് ദമ്മ് പൊട്ടിക്കുന്ന ഒരു സമയത്ത് കഴിച്ചതുകൊണ്ടായിരിക്കും. ഇത് നമ്മൾ കഴിക്കുന്നത് വൈകുന്നേരം 3:30 മണിക്കാണ്. ചിലപ്പോൾ ആ ഒരു വ്യത്യാസമായിരിക്കും. എന്തായാലും പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യത്താണ്. ചിക്കൻ പീസ് കൊള്ളാം. ബിരിയാണി സൂപ്പറാ. എപ്പടി ഇരിക്കേ? എന്താ ഊര്? കലൂർ. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ബിരിയാണി തിന്നാൻ പോയ യാത്രയിൽ സംഭവിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു. സീ യു അഗെയിൻ.